17,940 ഇന്ത്യക്കാർക്ക് ട്രംപ് ഭീഷണി. നാടുകടത്തൽ പേടിയിൽ അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹം അനധികൃത കുടിയേറ്റ പട്ടിക തയ്യാറാക്കി. അപ്പം ട്രംപ് തൻ്റെ ഭരണകാലത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ സമയത്ത് തന്നെ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അനധികൃതമായിട്ട് അമേരിക്കയിൽ കുടിയേറുന്നവരെ കുടിയൊഴിപ്പിക്കുക എന്നുള്ളത്. കാരണം അതിലൂടെയാണ് മയക്കുമരുന്ന് അങ്ങനത്തെയുള്ള വസ്തുക്കളൊക്കെ അമേരിക്കയിൽ കയറുന്നത്. അതുകൊണ്ട് തന്നെ അനധികൃതമായിട്ടുള്ള കുടിയേറ്റം തടയുമെന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ ഭീഷണിയിൽ ഇപ്പൊ 18,000 ഇന്ത്യക്കാരുണ്ട്. ഇതിനകത്ത് ഉടനെ 17,940 അത് റൗണ്ട് ചെയ്ത് മംഗളം 18,000 ആക്കിയിട്ടുണ്ട്. ഇപ്പം ജനുവരിയിൽ അധികാരമേറ്റ ഉടൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തലിന് അമേരിക്ക സാക്ഷ്യം വഹിക്കുമെന്ന് നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി. 17,940 ഇന്ത്യക്കാരെയാണ് ഇത് ബാധിക്കുന്നത്. അപ്പം ജനുവരിയിൽ അധികാരമേറ്റ ഉടനെ തന്നെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ നാടുകടത്തലായിരിക്കുമെന്നാണ് ട്രംപ് പറഞ്ഞത്. ഇന്ത്യക്കാരെല്ലാം തിരിച്ചു പറഞ്ഞിടാണ് ഇനി ഞങ്ങളുടെ സ്ഥലത്ത് വേണ്ട എന്നൊരു തീരുമാനം. 17,940 അത് അവര് 18,000 അത്രയും ഇന്ത്യക്കാർക്കാണ് ഈ ഭീഷണി. നാടുകടത്തലിനുള്ള മുന്നൊരുക്കമായി അനധികൃതമായി രാജ്യത്ത് കഴിയുന്ന ഏകദേശം 15 ലക്ഷം കുടിയേറ്റക്കാരുടെ അന്തിമ പട്ടിക US ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് നവംബറിൽ പുറത്തുവിട്ടിരുന്നു. അതിൽ 17,940 പേർ ഇന്ത്യക്കാരാണെന്നാണ് വിവരം. ഓക്കെ, അപ്പം ഈ പട്ടികയ്ക്കകത്ത് വരുന്നത് 17,940 പേര് ഇന്ത്യക്കാരാണെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അപ്പോൾ കൂടുതലും ഗുജറാത്ത്, പഞ്ചാബ്, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ്. ഇവരെ ഇന്ത്യയിലേക്ക് തിരികെ അയച്ചേക്കുമെന്നാണ് സൂചന. ഓക്കെ, അപ്പോൾ ഗുജറാത്ത്, പഞ്ചാബ്, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഇവരെ ഇന്ത്യയിലേക്ക് തിരിച്ചയക്കുമെന്നാണ് സൂചനകൾ. തങ്ങളുടെ പൗരൻ എന്ന് വിശ്വസിക്കപ്പെടുന്നവരെ സ്വീകരിക്കാൻ വിദേശ സർക്കാരുകൾ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ICE പറഞ്ഞു. മതിയായ രേഖകളില്ലാതെ രാജ്യത്ത് കഴിയുന്ന 100ഓളം ഇന്ത്യക്കാരെ കഴിഞ്ഞ ഒക്ടോബറിൽ ചാർട്ടേഡ് വിമാനത്തിൽ US തിരിച്ചയച്ചിരുന്നു. ഇന്ത്യൻ സർക്കാരിന്റെ സഹകരണത്തോടെ 2023-24 സാമ്പത്തിക വർഷം 1,100ഓളം പേരെ നാടുകടത്തി എന്നാണ് US ആഭ്യന്തര സുരക്ഷാ വകുപ്പ് പറയുന്നത്. അപ്പം ഇന്ത്യൻ സർക്കാരിന്റെ സഹകരണത്തോടെ തന്നെ 2023-24 സാമ്പത്തിക വർഷത്തിൽ 1,100ഓളം പേരെ നാട് കടത്തി എന്നാണ് US ആഭ്യന്തര സുരക്ഷാ വകുപ്പ് പറയുന്നത്. അപ്പോൾ അധികൃതരുടെ ഏകോപനത്തിലെ കാലതാമസം ചൂണ്ടിക്കാട്ടി ICE ഇന്ത്യയെ സഹകരിക്കാത്തവരുടെ വിഭാഗത്തിലാണ് പെടുത്തിയിട്ടുള്ളത്. അപ്പം മടങ്ങിയെത്തുന്ന പൗരരെ സ്വീകരിക്കുന്ന കാര്യത്തിൽ രാജ്യങ്ങൾ കാണിക്കുന്ന നിസ്സഹകരണം അടിസ്ഥാനമാക്കിയാണ് ഈ തരംതിരിവ്. അപ്പം നിലവിൽ ഇന്ത്യ, പാകിസ്ഥാൻ, ഭൂട്ടാൻ, ചൈന, റഷ്യ, ഇറാൻ തുടങ്ങിയ 15 രാജ്യങ്ങളാണ് പട്ടികയിലുള്ളത്. അതെ, അത് ഏതൊക്കെയാണെന്ന് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നാടുകടത്തലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തങ്ങളുമായി സഹകരിക്കാത്ത രാജ്യങ്ങളാണ് ICA ഇന്ത്യയെ മുദ്ര കുത്തുന്നത്. പൗരന്മാരെ തിരിച്ചു സ്വീകരിക്കാനുള്ള നടപടികൾ യഥാസമയം സ്വീകരിക്കുന്നില്ലെന്നാണ് പരാതി. ഇന്ത്യ, ഭൂട്ടാൻ, മ്യാൻമർ, ക്യൂബ, കോങ്കോ, എറിത്രിയ, എത്യോപ്യ, ഹോങ്കോങ്, ഇറാൻ, ലാവോസ്, പാകിസ്ഥാൻ, ചൈന, റഷ്യ, സൊമാലിയ, വെനസ്വേല എന്നീ 15 രാജ്യങ്ങളാണ് ICE സഹകരിക്കാത്തവരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും രാജ്യങ്ങളിൽ നിന്നുള്ളവരെയാണ് നാടുകടത്തുന്ന എന്നാണോ? ഓക്കെ. അപ്പോൾ ഇന്ത്യക്കാർക്ക് എന്താണെങ്കിലും വലിയൊരു ഭീഷണിയാണത്. അതെ, നമ്മളെല്ലാവരും പുറത്തോട്ട് പോയി സെറ്റിൽ ആവണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലേ കൂടുതലും ആൾക്കാർ വിദേശത്ത് സെറ്റിൽഡ് ആകണമെന്ന് ആഗ്രഹിക്കുന്നത്. അതെ, അവിടെ കുറച്ചും കൂടി നല്ല ബെറ്റർ നമുക്ക് നല്ല എഡ്യൂക്കേഷൻ ആയാലും ലൈഫ് സെല്ലാവാനൊക്കെ വളരെ നല്ലതാണ്. പക്ഷെ ഇപ്പൊ എന്താണ്, അവിടെ ഉള്ളവരോടെല്ലാം തിരിച്ചു പോകാൻ പറയാണ്, മതി ഇവിടെ ജീവിച്ചത് എന്ന രീതിയിൽ. അതെ, അപ്പം ട്രംപിന്റെ നടപടിയാണ്. അപ്പം നമുക്ക് ആരും അതിനെ എതിർക്കത്തില്ല. ഇപ്പം മോദിയും ട്രംപ് നല്ല സൗഹൃദത്തിലാണെങ്കിൽ പോലും രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധത്തെ തുടർന്ന് മോദി സർക്കാർ എന്താണെങ്കിലും അതിനെതിരെ പ്രതികരിക്കത്തില്ല. അപ്പം ഇന്ത്യക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ഭീഷണി. എന്താണെന്ന് ഇനി തുടർന്ന് നമുക്ക് കാണാം.